അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് 10ാം ക്ലാസ്സിലേക്ക് പുതുതായി തയ്യാറാക്കിയ തസ്കിയത്തുൽ വിൽദാനിന്റെയും വർക്ക് ബുക്കിന്റെയും 5ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള പാഠങ്ങൾ വർക്ക് ബുക്ക് അടക്കം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. എന്താണ് പറയുന്നത്? ദവാ ഉൽ ഖൽബ്, ഹൃദയത്തിന്റെ മരുന്നുകളാണ്. ഇതൊരു ബൈത്താണ്, ഒരു കവിതയാണ്. മഹാനായ ഇനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ ഹിദായത്തുൽ അദ്കിയ എന്ന കിതാബിൽ എഴുതിയ ആ കിതാബിൽ നിന്നെടുത്ത വരികളാണ്. വളരെയധികം അർത്ഥമുള്ള, മനുഷ്യന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന മരുന്നുകളാണ്. എന്താണ് ഹൃദയ ശുദ്ധീകരണം? എന്തിനാണ് ഹൃദയത്തിന് മരുന്നുകൾ? ഹൃദയത്തിന് പല രോഗം പിടിപെടാം, ആത്മീയമായ രോഗങ്ങൾ. ഉദാഹരണമായി കിബർ, അസൂയ, അഹങ്കാരം, ഉൾനാട്യം, ലോകമാന്യം, ഇങ്ങനെ തുടങ്ങി ഹൃദയത്തിന്റെ രോഗങ്ങൾക്കുള്ള മരുന്നാണ് ഇതിൽ പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഇഹലോകത്ത് സമാധാനത്തോടെ ജീവിക്കാൻ 4 കാര്യങ്ങൾ ശീലിക്കണം. 1, ജനങ്ങളുടെ വിവരക്കേട് പുറത്തു കൊടുക്കുക. ജനങ്ങൾ എന്തെങ്കിലും വിവരമില്ലായ്മ ചെയ്താൽ ഇതിനെന്ത് ചെയ്യുക? പുറത്തു കൊടുക്കുക, ക്ഷമിക്കുക എന്നുള്ളതാണ് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം തജ്ഹല, നീ അവരോട് വിവരക്കേട് കാണിക്കാതിരിക്കുക. നീ അവരോട് എന്ത് ചെയ്യരുത്? വിവരമില്ലായ്മ കാണിക്കരുത്. 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം മിൻ സൈബിൽ അനാസി ആയിസ, മനുഷ്യരുടെ കൈവശമുള്ള സമ്പത്തിനെയോ സഹായത്തിനെയോ നീ ഒട്ടും പ്രതീക്ഷ അർപ്പിക്കാതിരിക്കുക. ഉള്ളവരുടെ എന്തെങ്കിലും ധർമ്മം ചെയ്യുമോ സ്വതക്ക ചെയ്യുകയോ എന്ന് പ്രതീക്ഷിക്കാതിരിക്കുക. 4ാമത്തെ കാര്യം നിന്റെ പക്കലുള്ള നന്മകളും സഹായങ്ങളും ജനങ്ങൾക്ക് ഉദാരമായി നൽകാം. നിനക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും? എന്ത് നന്മയാണ്, എന്ത് സഹായമാണ് നീ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക? അതാണ് 4ാമത്തെ കാര്യം. അതാണ് യഥാർത്ഥ മനുഷ്യൻ ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ മറ്റു സഹായമോ പ്രതീക്ഷിക്കാതെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അതാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇഹലോക സമാധാനത്തിന് വേണ്ടി, ജീവിത സമാധാനത്തിന് വേണ്ടി ചെയ്യേണ്ട 4 കാര്യങ്ങൾ. ഇത് അള്ളാഹു നമുക്ക് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇനി 2ാമത്തെ പാർട്ടിൽ പറയും, നോക്കൂ. ഹഫിള അലാ സുനനിൻ വ ആദാബിൻ മഅ്സൂറത്തൻ അൻ ഖൈരി മൻജാ മുർസല. 2ാമതായി ചെയ്യേണ്ടത് നബിചര്യയാണ്, പ്രവാചക ചര്യയാണ് 2ാമതായി പറയുന്നത്. എന്താ അർത്ഥം? ഹഫിള അലാ സുനനിൻ ആദാബിൻ അതത് മഅ്സൂറത്തൻ അൻ ഖൈരി മൻജാ മുർസല. ആ ഒന്നിച്ചുള്ള വരിന്റെ അർത്ഥമാണ് പറയുന്നത്. അന്നണിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സുന്നത്തുകളും മര്യാദകളും മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഒരുപാട് പ്രവാചകന്മാർ, 1.5 ലക്ഷത്തോളം പ്രവാചകന്മാർ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഉത്തമനായ, ഏറ്റവും ഉന്നതനായ പ്രവാചകനാരാണ്? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ മുത്ത് നബിയുടെ സുന്നത്തുകളും അദബുകളും നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്, പൂർണ്ണമായി നമ്മൾ നബിയെ പിൻപറ്റുക എന്നുള്ളതാണ് 2ാമത്തെ ഭാഗത്തിൽ പറയുന്നത്. നോക്കടുത്ത വരി. ഇതിലാ ദലീല അലാ ത്വരീഖ് ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മല. എന്താ പറയുന്നത്? കാരണം പരിപൂർണമായ ആ പ്രവാചകനെ പിൻപറ്റുക എന്നതല്ലാതെ അള്ളാഹുവിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന മറ്റൊരു തെളിവും ഇല്ല. അപ്പൊ നമ്മുടെ നബിയെ പൂർണ്ണമായി പിൻപറ്റാം. അള്ളാഹുവിലേക്ക് എത്താൻ മറ്റൊരു മാർഗമേ ഇല്ല എന്നറിയാം. ഇനി 3ാമത്തെ ഭാഗത്തിൽ പറയുന്നത് ഹൃദയത്തിനുള്ള മരുന്നുകളാണ്. നോക്കൂ. ദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന വലിൽ ബത്നിൽ ഖലാ. ദവാഉ ഖൽബിൻ ഖംസത്തുൻ, ഹൃദയത്തിന് 5 മരുന്നാണുള്ളത്. നേരത്തെ പറഞ്ഞു, അഹങ്കാരം, സൂയ, ഉൾനാട്യം, ദേഷ്യം, ഇങ്ങനെയുള്ള ഹൃദയ രോഗങ്ങൾക്ക് എത്ര മരുന്നുണ്ട്? 5 മരുന്നാണുള്ളത്. 1ാമത്തെ മരുന്ന് എന്താണ്? ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന, അർത്ഥം ചിന്തിച്ച് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അർത്ഥം ചിന്തിച്ച് മനസ്സിലാക്കി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് 1ാമത്തെ മരുന്ന്. 2ാമത്തെ ഹൃദയത്തിന്റെ മരുന്ന് എന്താണ്? വലി ബത്നിൽ ഖലാ, വയർ ഒഴിഞ്ഞിരിക്കുക. വയർ ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ മിതമായി ഭക്ഷണം കഴിക്കുക. വയറ് നിറയെ ഭക്ഷണം കഴിക്കാതെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഹൃദയത്തിന്റെ 2ാമത്തെ മരുന്ന്. 3ാമത്തെ മരുന്ന് നോക്കൂ. ഖിയാമുലൈലിൻ, രാത്രി നിസ്കാരം അഥവാ തഹജ്ജുദ് നിസ്കരിക്കുക. പതിവായി തഹജ്ജുദ് നിസ്കരിക്കുക എന്നുള്ളതാണ്
ഹൃദയരോഗത്തിനുള്ള മൂന്നാമത്തെ മരുന്ന്. ഇനി നാലാമത്തതോ വതളറഉ ബിസ്സഹരി, അത്തായ സമയത്ത് വിനയത്തോടെ പ്രാർത്ഥിക്കുക. അഞ്ചാമത്തെ മരുന്ന് വമുജാലസാത്തു സ്വാലിഹീനൽ ഫുള്ളലാ, മഹാന്മാരായ സജ്ജനങ്ങളുള്ള സഹവാസം, നല്ല മനുഷ്യരോട് കൂടെ പോയിരിക്കുക, സ്വാലിഹീങ്ങളോട് കൂടെ പണ്ഡിതന്മാരോട് കൂടെ സഹവസിക്കുക, അവരോട് കൂട്ടുകൂടുക, അവരോടൊപ്പം ഇരിക്കുക എന്നുള്ളതാണ് എന്ത് അഞ്ചാമത്തെ മരുന്ന്. കാരണം ചാരിയാൽ ചാരിയത് മണക്കും എന്നൊരു പ്രോവർബ് ഉണ്ടല്ലോ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരോടാണോ കൂട്ടുകൂടുന്നത് അവരുടെ സ്വഭാവമായിരിക്കും നിങ്ങളിലേക്കും പകരുക. അറിയാതെ നമ്മളിലേക്ക് അത് പകരും. അതുകൊണ്ട് സജ്ജനങ്ങളായ നല്ല മനുഷ്യരോട് കൂട്ടുകൂടുക. ഇങ്ങനെ 5 മരുന്നുകളാണ് ഹൃദയ രോഗങ്ങൾക്കുള്ളത്. അതെല്ലാം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെറിയ ബൈത്തുകളാണെങ്കിലും വലിയ അർത്ഥങ്ങളാണ് മഹാനായ സയ്യിദ് ബിൻ മഖ്ദൂം ഒന്നാമൻ നൽകിയിട്ടുള്ളത്. പൂർണ്ണമായി അനുസരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകാൻ ഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ പ്രാർത്ഥിക്കാം. ഒരു വേർഡ് മീനിങ്, കുറച്ച് വേർഡ് മീനിങ് പറയുന്നുണ്ട്. ഗഫ്റുൻ എന്ന് പറഞ്ഞാൽ എന്താ? മാപ്പ് നൽകുക. ആയിസുൻ നിരാശൻ, മുതാബഅത്തുൻ പിന്തുടരുക, സൈബുൻ ഔദാര്യം, ബാദിലുൻ നൽകുക, തദബ്ബുറുൻ ചിന്തിക്കുക. ഇനി നമുക്ക് വർക്കൊന്ന് വായിക്കാം. നഖ്റഉ വായിക്കാനാണ് ഒന്നാമത്തത്. ഖസ്ലത്തുൻ ജംഅ ഖിസാലുൻ, ഖസ്ലത്തുൻ മുഫ്രദാൻ ഏകവചനാണ്, അതിന്റെ ബഹുവചനാണ് എന്ത്? ഖിസാല്, കാര്യങ്ങൾ. ഇൻസിയുൻ ജംഅ അനാസിയുൻ, ഇൻസിയുൻ ജംഅ അനാസിയുൻ, മനുഷ്യൻ മനുഷ്യർ എന്നാണ് അർത്ഥം. സുന്നത്തുൻ ജംഅ സുനനുൻ, ചര്യകൾ. അദബുൻ ജംഅ ആദാബുൻ, മര്യാദകൾ. ഇനി രണ്ടാമത്തെ വർക്ക് നോക്കൂ. നസ്തഖ്രി മിനൻ നസ്സിൽ മുമാസിലി, പാഠത്തിൽ നിന്ന് താഴെ കൊടുത്ത പോലെ കണ്ടെത്താം. ഒന്ന് സലിമ യസ്ലമു സലാമത്ത്, സലിമ യസ്ലമു സലാമത്ത്, രക്ഷപ്പെട്ടു, രക്ഷപ്പെടും, രക്ഷപ്പെടൽ. മാലി മുലാരി മസ്തർ, അതുപോലെ ബൈത്തിലുള്ള മസ്തറിൽ നിന്ന് എന്ത് ചെയ്യാം? മാലി മുലാരി കണ്ടെത്താം. ഖസല യഖ്സലു ഖിസാല്. മൂന്നാമത്തത് യഇസ യയഅസു ആയിസ്. 4 അദില യബ്ദലു ബാദിൽ. 5 തല യത്ലു തിലാവത്ത് എന്നിങ്ങനെ കണ്ടെത്താം. ഇനി മൂന്നാമത്തെ വർക്ക് എന്താണ്? നശ്റഹുൽ മാന. ബൈത്തിന്റെ അർത്ഥം ഇതാണ്. ഇതാ ബൈത്ത്. ഹഫിള അലാ സുനനിൻ വ ആദാബിൻ അതത് മഗ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസല. ഇതിന്റെ അർത്ഥം വന്നണഞ്ഞിട്ടുള്ള പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സുന്നത്തുകളും മര്യാദകളും മുറുകെ പിടിക്കുക എന്നതിനർത്ഥം. ഇനി രണ്ടാമത്തെ ബൈത്ത്. ഇതിലാ ദലീല അല ത്വരീഖ് ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മില. നോക്കൂ, കാരണം പരിപൂർണമായ പ്രവാചകനെ പിൻപറ്റുക എന്നതല്ലാതെ അള്ളാഹുവിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന മറ്റൊരു തെളിവും ഇല്ല. ഇനി നംലഉൽ ഫറാ ബൈത്ത് പൂരിപ്പിക്കുക. ലിസലാമത്തിദ് ദുനിയ ഖിസാലുൻ അർബഉൻ. പിന്നെ ഗഫറുൻ ലിജഹ്ലിൽ ഖൗമി മൻഉഖത ജുഹല. ഇനി അടുത്തത് എന്താണ് പൂരിപ്പിക്കാനുള്ളത്? വതകൂന മിൻ സൈബിൽ അനാസി ആയിസ. അത് ഫില്ല് ചെയ്യാം. ബാക്കി വലിസൈബി നഫ്സിക ലിൽ അനാസി ബാദില. ഇനി നക്തശഫുൽ ഇജാബ, ഉത്തരം എഴുതാനാണ്. ചോദ്യം എന്താണ്? മാഹിയ അദ്വിയത്തുൽ ഖൽബി, എന്താണ് ഹൃദയത്തിന്റെ മരുന്നുകൾ? ഹൃദയത്തിന്റെ മരുന്നുകൾ 5. 1 അർത്ഥം ചിന്തിച്ച് ഖുർആൻ പാരായണം ചെയ്യുക. 2 വയർ ഒഴിഞ്ഞിരിക്കുക. 3 തഹജ്ജുദ് നിസ്കരിക്കുക. 4 അത്തായ സമയത്ത് വിനയത്തോട് പ്രാർത്ഥിക്കുക. 5 മഹാന്മാരായ സജ്ജനങ്ങളോടുള്ള സഹവാസം. ഇനി അവസാനത്തെ വർക്ക് തഖ്സീസ് അസൈൻമെന്റ് ചെയ്യാണ്. 1 നുഇദ് ഖുലാസത്തുൽ അബിയാത്തി ബിലുഗത്തിൽ ഉമ്മി ബിഖ്തിസാരി. ഈ ബൈത്തുകൾ എന്ത് ചെയ്യുക? മാതൃഭാഷയിൽ ചുരുക്കി വരിക്കുക. ഈ ബൈത്ത് മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ വിജയത്തിനുള്ള 3 പ്രധാന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. 1 ജീവിത സമാധാനം. 2 പ്രവാചക ചര്യ. 3 ഹൃദയശുദ്ധി. മറ്റുള്ളവരോട് ക്ഷമിച്ചും ഉദാരത കാണിച്ചും പ്രവാചക ചര്യകൾ ജീവിതത്തിൽ പകർത്തിയും ആരാധനകളിലൂടെയും നല്ല കൂട്ടുകെട്ടിലൂടെയും ഹൃദയത്തെ ശുദ്ധീകരിച്ചും ജീവിക്കണമെന്ന് ഈ ബൈത്തുകൾ നമ്മെ ഉപദേശിക്കുന്നു. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം പകർത്താനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.